Bharathiar University SDE BA English second year, core paper number 3, Poetry. The world is full of a number of things. I'm sure we should all be as happy as kings. റോബർട്ട് ലോയിസ് സ്റ്റെവൻസൺ. ലോകം നിരവധി കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. നമുക്കെല്ലാവർക്കും രാജാക്കന്മാരെ പോലെ സന്തോഷമുണ്ടായിരിക്കണം എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. Vagabond, Robert Louis Stevenson. Pre-reading activities. Read the prose works of Stevenson and find out how Stevenson has made the readers enjoy giving information along with it. സ്റ്റെവൻസൻ്റെ പ്രോസ് വർക്ക്സ് ഗദ്യപരമായിട്ടുള്ള വർക്കുകൾ വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നും സ്റ്റെവൻസൺ വായനക്കാരെ ഇൻഫർമേഷൻ കൂടെ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്, ആസ്വാദ്യപരമാക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുക. Compare the poems of Stevenson with his prose writings and find out how they are related. സ്റ്റെവൻസൻ്റെ പോയംസും പ്രോസ് റൈറ്റിങ്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ. നെക്സ്റ്റ്, ഇൻട്രൊഡക്ഷൻ. Vagabond is taken from Songs of Travel and Other Verses, published in 1896. The Vagabond introduces the traveler with a heavy trudging chords in the piano depicting a rough journey through the English countryside. അപ്പോൾ വാഗബോണ്ട് എന്നുള്ള ഈ ഒരു പോയം 1896 പബ്ലിഷ് ചെയ്ത സോങ്സ് ഓഫ് ട്രാവൽ ആൻഡ് അതർ വേഴ്സസ് എന്നുള്ളതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ദി വാഗബോണ്ട് ഒരു ട്രാവലറെ പരിചയപ്പെടുത്തുന്നു, ഒരു യാത്രക്കാരനെ പരിചയപ്പെടുത്തുന്നു. പിയാനോയിലെ കനത്ത ട്രഡ്ജിങ് കോഡുകളോടെ ഇംഗ്ലീഷ് ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഒരു പരുക്കൻ യാത്രയെ ചിത്രീകരിക്കുന്നു. ട്രഡ്ജിങ് ക്ഷീണത്തോടെ. Objectives. After reading this chapter, you will be able to understand R.L. Stevenson's love of the heroic and the self-sacrificing in his writings. Know more about the choice of words used by Stevenson. ഈ ചാപ്റ്റർ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, R.L. സ്റ്റെവൻസൻ്റെ, റോബർട്ട് ലൂയിസ് സ്റ്റെവൻസൻ്റെ ലവ് ഓഫ് ദ ഹീറോയ്ക്കും, നായകത്വത്തിനോടുള്ള സ്നേഹവും, അതുപോലെ സെൽഫ് സാക്രിഫൈസും, ആത്മത്യാഗവും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള വേർഡിൻ്റെ ചോയ്സസ്, അതായത് അദ്ദേഹം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ്, അതിൻ്റെ സെലക്ഷൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ്, അബൌട്ട് ദ ഓഥർ. Stevenson was born Robert Louis Balfour Stevenson at 8 Howard Place, Edinburgh, Scotland on 13 November 1850 to Thomas Stevenson and Margaret. Stevenson was a celebrity in his own time, but with the rise of modern literature and World War I, he was seen for much of the 20th century as a writer of the second class, relegated to children's literature and horror genres. Condemned by authors such as Virginia and Leonard Woolf, he was gradually excluded from the canon of literature taught in schools. His exclusion reached a height when in the 1973 2000-page Oxford Anthology of English Literature, Stevenson was entirely unmentioned, and the Norton Anthology of English Literature excluded him from 1968 to 2000. The late 20th century saw the start of a re-evaluation of Stevenson as an artist of great range and insight, a literary theorist, an essayist and a social critic, a witness to the colonial history of the Pacific Islands, and a humanist. His major works are A Child's Garden of Verses, Under Woods, Songs of Travel and Other Verses, Memories and Portraits, etc. അപ്പോൾ റോബർട്ട് ലൂയിസ് ബാൽഫോർ സ്റ്റെവൻസൺ അദ്ദേഹം ജനിച്ചു എവിടെയെന്ന് വെച്ചാൽ സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗ് എന്ന സ്ഥലത്ത് നമ്പർ 8 ഹവാർഡ് പ്ലേസിൽ അദ്ദേഹം ജനിച്ചു 1850 നവംബർ 13. തോമസ് സ്റ്റെവൻസണും മാർഗരറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരൻസ്. അദ്ദേഹം സ്വന്തം കാലത്ത് ഒരു സെലിബ്രിറ്റി ആയിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആധുനിക സാഹിത്യത്തിൻ്റെ ഉയർച്ചയോടെ 20ാം നൂറ്റാണ്ടിലെ ഭൂരിഭാഗവും
സെക്കൻഡ് ക്ലാസ് ആയിട്ടുള്ള രണ്ടാം തരക്കാരായിട്ടുള്ള എഴുത്തുകാരായി കണ്ടു. അങ്ങനെ ബാലസാഹിത്യത്തിലേക്കും ഹൊറർ വിഭാഗത്തിലേക്കും തരം താഴ്ത്തപ്പെട്ടു. റീലിഗേറ്റഡ് തരം താഴ്ത്തപ്പെട്ടു. വിർജീനിയ, ലിയോനാർഡ് വൂൾഫ് തുടങ്ങിയ ഓതേഴ്സ് തുടങ്ങിയ എഴുത്തുകാർ കണ്ടംനഡ് ചെയ്തു, അവരെ അപലപിച്ചു. സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കനോൺ ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യ കനോണിൽ നിന്നും അദ്ദേഹം ക്രമേണ ഒഴിവാക്കപ്പെട്ടു. 1973 2000 പേജുള്ള ഓക്സ്ഫോർഡ് ആന്തോളജി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലൂടെ അദ്ദേഹത്തെ ഒഴിവാക്കിയതിലൂടെ, അതായത് മെൻഷൻ ചെയ്യാതെ വന്നതോടെ, പരാമർശിക്കാതെ വന്നതോടെ അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കൽ അതിൻ്റെ ഉന്നതിയിലെത്തി. 1968 മുതൽ 2000 വരെ നോർട്ടൺ ആന്തോളജി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അദ്ദേഹത്തെ ഒഴിവാക്കി. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സ്റ്റെവൻസനെ മികച്ച വ്യാപ്തിയും ഉൾക്കാഴ്ചയുമുള്ള ഒരു കലാകാരൻ, ഒരു സാഹിത്യ സൈദ്ധാന്തികൻ, ഉപന്യാസി, സാമൂഹിക വിമർശകൻ, പസഫിക് ദ്വീപുകളുടെ കൊളോണിയൽ ചരിത്രത്തിൻ്റെ സാക്ഷി, ഒരു മാനവികവാദി എന്നീ നിലകളിൽ പുനർമൂല്യനിർണയം ആരംഭിച്ചു. എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, അണ്ടർവുഡ്സ്, സോങ്സ് ഓഫ് ട്രാവൽ ആൻഡ് അതർ വേഴ്സസ്, മെമ്മറീസ് ആൻഡ് പോർട്രേറ്റ്സ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. അപ്പോൾ ടെക്സ്റ്റ് ഓഫ് ദ പോയം: ഗിവ് ടു മീ ദ ലൈഫ് ഐ ലവ്, ലെറ്റ് ദ ലേവ് ഗോ ബൈ മീ, ഗിവ് ദ ജോളി ഹെവൻ എബോവ് ആൻഡ് ദ ബൈ വേ നൈ മീ. അപ്പോൾ ഗിവ് ടു മീ ദ ലൈഫ് ഐ ലവ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ജീവിതം എനിക്ക് തരൂ. ലെറ്റ് ദ ലേവ് ഗോ ബൈ മീ, ആ കഴുകൽ എന്നിലേക്ക് വരാൻ അനുവദിക്കുക. ഗിവ് ദ ജോളി ഹെവൻ എബോവ്, മുകളിൽ സന്തോഷകരമായിട്ടുള്ള സ്വർഗം നൽകുക. ആൻഡ് ദ ബൈ വേ നൈ മീ, എൻ്റെ അടുത്തുള്ള ഇടവഴികൾ. ബൈ വേ ഇടവഴി. ബെഡ് ഇൻ ദ ബുഷ് വിത്ത് സ്റ്റാർസ് ടു സീ, ബ്രെഡ് ഐ ഡിപ്പ് ഇൻ ദ റിവർ. There is a life for a man like me. There is a life forever. അപ്പോൾ ബെഡ് ഇൻ ദ ബുഷ് വിത്ത് സ്റ്റാർസ് ടു സീ, ബുഷിലാണ്, കുറ്റിക്കാട്ടിലാണ് ബെഡ്, കിടക്ക. വിത്ത് സ്റ്റാർസ് ടു സീ, നക്ഷത്രങ്ങളെ കാണാനാകും. ബ്രെഡ് ഐ ഡിപ്പ് ഇൻ ദ റിവർ, ഞാൻ പുഴയിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തു, ബ്രെഡ് മുക്കി. ദർ ഈസ് ദ ലൈഫ് ഫോർ എ മാൻ ലൈക്ക് മീ, എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യന് അവിടെ ജീവിതമുണ്ട്. ദർ ഈസ് എ ലൈഫ് ഫോർ എവർ, അവിടെ എന്നേക്കും ജീവിതമുണ്ട്. ലെറ്റ് ദ ബ്ലോ ഫാൾ സൂൺ ഓർ ലേറ്റ്, ലെറ്റ് വാട്ട് വിൽ ബി ഓർ മീ, ഗിവ് ദ ഫേസ് ഓഫ് എർത്ത് അറൗണ്ട് ആൻഡ് ദ റോഡ് ബിഫോർ മീ. പ്രഹരം വൈകിയോ പെട്ടെന്നോ അടിക്കട്ടെ. ലെറ്റ് വാട്ട് വിൽ ബി ഓർ മീ, എനിക്ക് എന്ത് സംഭവിക്കും എന്ന് വരട്ടെ. ചുറ്റും ഭൂമിയുടെ മുഖം നൽകുക, എൻ്റെ മുന്നിലുള്ള വഴിയും. വെൽത്ത് ഐ സീക്ക് നോട്ട്, ഹോപ്പ് നോർ ലവ്, നോർ എ ഫ്രണ്ട് ടു നോ മീ. ഓൾ ഐ സീക്ക് ദ ഹെവൻ എബോവ് ആൻഡ് ദ റോഡ് ബിലോ മീ. ഞാൻ അന്വേഷിക്കാത്ത സമ്പത്ത് പ്രതീക്ഷയോ സ്നേഹമോ അല്ല, എന്നെ അറിയാൻ ഒരു സുഹൃത്തും ഇല്ല. ഞാൻ അന്വേഷിക്കുന്നതെല്ലാം എനിക്ക് മുകളിലുള്ള സ്വർഗവും എനിക്ക് താഴെയുള്ള വഴിയുമാണ്. ഓർ ലെറ്റ് ഓട്ടം ഫാൾ ഓൺ മീ, വേർ അഫീൽഡ് ഐ ലിങ്കർ, സൈലൻസിങ് ദ ബേർഡ് ഓൺ ട്രീ, ബൈറ്റിംഗ് ദ ബ്ലൂ ഫിംഗർ. അല്ലെങ്കിൽ ഓട്ടം, ശരത്കാലം എന്നിൽ വീഴട്ടെ. വേർ അഫീൽഡ് ഐ ലിങ്കർ, ഞാൻ എവിടെയാണ് താമസിക്കുന്നത്? ലിങ്കർ, താമസിക്കുക. സൈലൻസിങ് ദ ബേർഡ് ഓൺ ട്രീ, മരത്തിൽ പക്ഷിയെ നിശബ്ദമാക്കുന്നു. ബൈറ്റിംഗ് ദ ബ്ലൂ ഫിംഗർ, നീലവിരൽ കടിച്ചു. White as meal, the frosty field, warm the fireside haven. Not to autumn will I yield, not to winter ever. മഞ്ഞ് നിറഞ്ഞ വയലിൽ സൈഡിനെ ചൂടാക്കുക, തീയെ ചൂടാക്കൂ. ശരത്കാലത്തിലേക്ക് ഞാൻ വഴങ്ങുകയില്ല, മഞ്ഞിനും മഞ്ഞുകാലത്തിനും. Let the blow fall soon or late, let what will be or over me. Give the face of earth around and the road before me. ഇത് റിപ്പീറ്റഡ് ആണ്. Wealth I ask not, hope nor love, nor a friend to know me. All I ask the heaven above and the road below me. അതും റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ് സമ്മറി.
Robert Louis Stevenson's verse, energetic, enthusiastic, and exciting, is in many ways reminiscent of his prose, and like his prose, it's always fun to read. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൻ്റെ വേഴ്സ് വാക്യം എനർജറ്റിക് ആണ്, ഊർജ്ജസ്വലമാണ്, എന്തൂസിയാസ്റ്റിക് ആണ്, ഉത്സാഹിയാണ്, എക്സൈറ്റിംഗ് ആണ്, ആവേശകരമാണ്. അത് പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗദ്യത്തെ പ്രോസിനെ അനുസ്മരിപ്പിക്കുന്നു, റെമിനിസെൻ്റ് അനുസ്മരിപ്പിക്കുന്ന. ആൻഡ് അദ്ദേഹത്തിൻ്റെ പ്രോസ് പോലെ ഗദ്യങ്ങൾ പോലെ അത് വായിക്കുമ്പോൾ ഓൾവേസ് ഫണ്ണാണ്. Readers looking for profound insight or gut-wrenching emotion are likely to be disappointed. Equally, though readers looking for metrical felicity and magical atmospherics are likely to be enchanted. ആഴത്തിലുള്ള ഉൾക്കാഴ്ചയ്ക്കോ ഹൃദയഭേദകമായ വികാരങ്ങൾക്കോ വേണ്ടി തിരയുന്ന വായനക്കാർ നിരാശരാവാൻ സാധ്യതയുണ്ട്. പ്രൊഫൗണ്ട് അഗാധമായ ഇൻസൈറ്റ് ഉൾക്കാഴ്ച, ഗട്ട് റഞ്ചിങ് കുടൽ കീറുന്ന, അതുപോലെ മെട്രിക്കൽ ഫെലിസിറ്റിയും മാജിക്കൽ അറ്റ്മോസ്ഫിയറും മാന്ത്രിക അന്തരീക്ഷവും മോഹിക്കപ്പെടാൻ സാധ്യതയുണ്ട്. The Romance of the Open Road plays a significant role in Stevenson's writings, yet it's always tempered with a sense of the beauty of stillness, of silence. ഓപ്പൺ റോഡിനോടുള്ള പ്രണയത്തിന് സ്റ്റീവൻസൻ്റെ എഴുത്തുകളിൽ ഒരു വലിയ പങ്കുണ്ട്. എന്നിട്ടും അത് എല്ലായ്പ്പോഴും നിശബ്ദതയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ബോധത്താൽ സംയോജിപ്പിച്ചിരിക്കുന്നു. In the beginning of the poem, the poet asks for the life he loves to live. ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ കവി അവൻ ആഗ്രഹിക്കുന്ന ജീവിതം തരാൻ ആവശ്യപ്പെടുന്നു. Throughout the poem, ഈ പോയത്തിലുടനീളം the poet is go on asking for one thing. ഈ പോയറ്റ് ചോദിക്കുന്നത് ഒരു കാര്യമാണ്. He wants the heaven above and the road below him. അവന് വേണ്ടത് അവൻ്റെ മുകളിലുള്ള സ്വർഗവും താഴെയുള്ള വഴിയുമാണ്, റോഡുമാണ്. The road plays a vital role in this poem also. ഈ ഒരു പോയത്തിലും റോഡ് എന്നുള്ളത്, വഴി എന്നുള്ളത് ഒരു വിറ്റലായിട്ടുള്ള ഒരു സുപ്രധാനമായ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റീക്യാപ്പ്. Stevenson was born Robert Louis Balfour Stevenson at 8 Howard Place, Edinburgh, Scotland on 13 November 1850. With the rise of modern literature after World War I, he was seen for much of the 20th century as a writer of the second class, relegated to children's literature and horror genres. The late 20th century saw the start of a re-evaluation of Stevenson as an artist of great range and insight, a literary theorist, an essayist and social critic, a witness to the colonial history of the Pacific Islands, and a humanist. His major works are A Child's Garden of Verses, Underwoods, Songs of Travel and Other Verses, Memories and Portraits, etc. Stevenson's verse is in many ways reminiscent of his prose. The Romance of the Open Road plays a significant role in Stevenson's writings. Throughout the poem, the poet is go on asking for one thing. He wants the heaven above and the road below him. The road plays a vital role in this poem also. അപ്പോൾ സ്റ്റെവൻസൺ, റോബർട്ട് ലൂയിസ് ബാൽഫോർ സ്റ്റെവൻസൺ 1850 നവംബർ 13 സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗിലെ 8 ഹവാർഡ് പ്ലേസിൽ ജനിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മോഡേൺ ലിറ്ററേച്ചറിൻ്റെ, ആധുനിക സാഹിത്യത്തിൻ്റെ ഉദയത്തിന് ശേഷം അദ്ദേഹത്തെ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അതുപോലെ ഹൊറർ ജനറിലേക്കൊക്കെ അദ്ദേഹത്തെ തരം താഴ്ത്തപ്പെട്ടു. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അദ്ദേഹത്തെ ഒരു ഗ്രേറ്റ് റേഞ്ച് ആൻഡ് ഇൻസൈഡ് എ ലിറ്റററി തിയറിസ്റ്റ് ആയിട്ടും ഒരു എസ്സേയിസ്റ്റ് ആൻഡ് സോഷ്യൽ ക്രിറ്റിക് ആൻഡ് എ വിറ്റ്നസ് ടു ദ കൊളോണിയൽ ഹിസ്റ്ററി ഓഫ് ദ പസഫിക് ഐലൻഡ് ആൻഡ് എ ഹ്യൂമനിസ്റ്റ്, ഇതൊക്കെ ആയിട്ട് അദ്ദേഹത്തെ റീവാല്യൂറ്റ് ചെയ്തു, പുനർമൂല്യനിർണ്ണയം ചെയ്തു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, അണ്ടർവുഡ്, സോങ്സ് ഓഫ് ട്രാവൽ ആൻഡ് അതർ വേഴ്സസ്, മെമ്മറീസ് ആൻഡ് പോർട്രേറ്റ്സ്, ഇതൊക്കെയാണ്. സ്റ്റെവൻസൻ്റെ വാക്യങ്ങൾ, ഈ പോയത്തിലുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രോസിനെ, ഗദ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ്. സ്റ്റെവൻസൻ്റെ എല്ലാ റൈറ്റിങ്സിലും റോഡ് ഒരു ഇമ്പോർട്ടൻറ്റ്
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് എല്ലാത്തിലും കൈകാര്യം ചെയ്തിരുന്നു. ത്രൂ ഔട്ട് ദ പോയം, ഈ ഒരു പോയത്തിലുടനീളം പോയറ്റ് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ഹി വാണ്ട്സ് ദ ഹെവൻ എബോവ് ആൻഡ് ദ റോഡ് ബിലോ ഹിം. മുകളിലുള്ള സ്വർഗവും താഴെയുള്ള റോഡ് വഴിയുമാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു പോയത്തിലും റോഡ് ഒരു വിറ്റലായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു റോള് വഹിക്കുന്നു. നെക്സ്റ്റ് ഗ്ലോസറി, ഹെവൻ സേഫ് പ്ലേസ്, ബൈ വേ മൈനർ റോഡ്. ഹെവൻ സ്വർഗം അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം, ബൈ വേ മൈനർ റോഡ് ചെറിയ വഴി ഇടവഴി. നെക്സ്റ്റ് ആക്ടിവിറ്റീസ്, സേ വെദർ ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ ട്രൂ ഓർ ഫാൾസ്. ഫസ്റ്റ്, സ്റ്റെവൻസൺസ് വേഴ്സ് ഈസ് ഇൻ മെനി വേസ് റെമിനിസെൻറ്റ് ഓഫ് ഹിസ് പ്രോസ്. അത് ട്രൂ ആണ്. അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ പ്രോസുമായിട്ട് അനുസ്മരിപ്പിക്കുന്നുണ്ട്, അത് ട്രൂ ആണ്. സ്റ്റെവൻസൺ വാസ് നോട്ട് എ ഹ്യൂമനിസ്റ്റ്, അത് ഫാൾസ് ആണ്. സ്റ്റെവൻസൺ വാസ് എ ഹ്യൂമനിസ്റ്റ്. നെക്സ്റ്റ്, ദ റൊമാൻസ് ഓഫ് ദ ഓപ്പൺ റോഡ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സ്റ്റെവൻസൺസ് റൈറ്റിംഗ്സ്. ട്രൂ ആണ്. സ്റ്റെവൻസൺ വാസ് ഗ്രാജുവലി എക്സ്ക്ലൂഡഡ് ഫ്രം ദ കാനോൺ ഓഫ് ലിറ്ററേച്ചർ ടോട്ട് ഇൻ സ്കൂൾസ്. അതും ട്രൂ ആണ്. നെക്സ്റ്റ്, മോഡൽ ക്വസ്റ്റ്യൻസ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഫോളോയിങ്. കമൻറ്റ് ഓൺ ദ ട്രാമ്പ് ഇൻ ദിസ് പോയം. ഈ പോയത്തിലുള്ള ട്രാമ്പ്, പദയാത്ര, കാലച്ച, ഇത് എന്താണെന്നുള്ളത് പറയാനും. എസ്റ്റിമേറ്റ് സ്റ്റെവൻസൺ ആസ് എ 20th century പോയറ്റ്. അത് 20th centuryയിലെ അവസാനത്തിലാണ് അദ്ദേഹത്തെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരാളായിട്ട് കണക്ക് കൂട്ടി തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് ആ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ്, അറ്റംപ്റ്റ് ആൻ എസ്സേ ഓൺ ദ ഫോളോയിങ്. റൈറ്റ് എ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ പോയം വെഗാബോണ്ട്. വെഗാബോണ്ട് എന്ന പോയത്തിന് ഒരു ക്രിറ്റിക്കൽ അപ്രിസിയേഷൻ, ഒരു വിമർശനാത്മക നിരൂപണം തയ്യാറാക്കാൻ. അപ്പോൾ ഇത്രയാണ് റോബർട്ട് ലൂയിസ് സ്റ്റെവൻസൻ്റെ വെഗാബോണ്ട് എന്ന പോയം. താങ്ക് യു.